ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. നിഫ്റ്റിയും സെൻസെക്സും ഒരു പക്ഷേ റീസെൻ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്കായിരുന്നു. നാസ്ഡാക്ക് മാത്രമാണ് ഫ്ലാറ്റ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ഇൻഡെക്സ്. ടെക്നോളജി സ്റ്റോക്കുകൾ മെജോറിറ്റി ഇന്നലെ വീക്കായിരുന്നു. ഒറാക്കിൾ മാത്രമാണ് ഇന്നലെ അറൗണ്ട് 9% ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. ഒറാക്കിളിൻ്റെ Q3 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഫെബ്രുവരി മാസത്തെ അനൗൺസ് ചെയ്തിരുന്നു. 2.4% ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. യൂറോപ്പിൽ ഇന്നലെ എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലത്തെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹോങ്കോങ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. മറ്റ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ വലിയ സെല്ലിംഗ് പ്രഷറാണ് നമ്മൾ കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വലിയ LPG ക്ഷാമമാണ് ഇന്ത്യയിൽ എന്നുള്ളത് റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമിക്കാണ്. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് LPG അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ ലഭ്യത കുറവാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സ്റ്റോക്ക് കുറയും. അതിനനുസരിച്ചിട്ടുള്ള ഇഷ്യൂസൊക്കെ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓൾറെഡി LPG കമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ ഡിസ്ട്രിബ്യൂഷനിൽ കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിന് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതൊക്കെ കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഇന്ത്യൻ എക്കണോമിയിലും ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഇന്നലത്തെ മാർക്കറ്റ് ഫാൾ. ഇന്നും അത്തരത്തിലുള്ളൊരു മാർക്കറ്റ് ഫാൾ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറിച്ച് ഇറാൻ ഇസ്രായേൽ US സംഘർഷം സെറ്റിൽമെൻ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീബൗണ്ടൊക്കെ ഉണ്ടായേക്കാം. അതേസമയം ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിക്ക് അതുപോലെ തന്നെ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ ഇത് ഗ്ലോബൽ എക്കണോമിനെ ബാധിക്കും. അതോടൊപ്പം തന്നെ ഇറാൻ്റെ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അവർ ഗ്ലോബൽ എക്കണോമിനെ തകർത്ത് കളയും. അത്തരത്തിലുള്ള ആക്ഷൻസ് ആണ് ഞങ്ങൾ എടുക്കാൻ പോകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് മോർണിംഗിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം മിഡിൽ ഈസ്റ്റ് കൺട്രികൾക്ക് നേരെ ബലാസ്റ്റിക് മിസൈലുകളും അവർ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന $5159 പെർ ഔൺസിനാണ്. സിൽവർ ട്രേഡ് ചെയ്യുന്ന $84.75 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ പക്ഷേ ഇന്ന് ബെറ്ററാണ്. അറൗണ്ട് $99.5 പെർ ബാരലിലേക്ക് ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കാണ്. അതായത് 99.5 നിന്ന് താഴെയാണ്. $98 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ $119 പെർ ബാരൽ വരെ ഉയർന്നിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ സെൽ ഓഫ് ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ സംഘർഷം നീളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും മുന്നേറിയേക്കാം. എല്ലാവരും വേസ്റ്റ് കേസ് സിനാരിയോ കാണുന്ന $150 അല്ലെങ്കിൽ $200 പെർ ബാരൽ വരെ ഉയർന്നിരിക്കും എന്ന തരത്തിലുള്ള കമൻറ്റുകളാണ്. അതോടൊപ്പം ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. പക്ഷേ ഗോൾഡിൽ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഫെബ്രുവരി മാസത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ഡാറ്റ അനൗൺസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് മാർക്കറ്റ്. സെൻട്രൽ ബാങ്കുകൾ ഫെബ്രുവരി മാസത്തിൽ വലിയ രീതിയിൽ ബൈ നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഒരു പക്ഷേ ഗോൾഡിലും കണ്ടേക്കാം. ഇനി മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഫോബ്സ് മാഗസീൻ്റെ 2026 റിച്ചസ്റ്റ് പേഴ്സൺസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എലോൺ മസ്കാണ് $839 ബില്യൺ ആയിട്ട് ടോപ്പിൽ നിൽക്കുന്നത്. അതായത് അറൗണ്ട് $140 ബില്യൺ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയറായിട്ട് എലോൺ മസ്ക് മാറും. ടെസ്ല, സ്പേസ് എക്സ് ഈ കമ്പനികളുടെ സ്റ്റോക്ക് വാല്യുവേഷൻ്റെ ബേസിലാണ് എലോൺ മസ്കിൻ്റെ നെറ്റ്വർത്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് $839 ബില്യൺ ആണ്. സെക്കൻഡ് നിൽക്കുന്നത് ഗൂഗിളിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. ലാരി പേജ് അതുപോലെ തന്നെ സോർജി ബിനി. ഈ രണ്ട് വ്യക്തികളാണ്. $257, $237 ആണ് അവരുടെ നെറ്റ്വർത്ത്. ഫോർത്ത് ജെഫ് ബെസോസ് ആണ്, ആമസോണിൻ്റെ MD and CEO ആണ്. $224 ബില്യൺ ആണ്. മാർക്ക് സക്കർബർഗ് ആണ് അഞ്ചാമത്. $222 ബില്യൺ ആണ്.
അതേസമയം ഇന്ത്യയിൽ നിന്ന് ടോപ്പ് 20 ആരും തന്നെയില്ല. മുകേഷ് അംബാനിയുടെ നെറ്റ്വർത്ത് $99.7 ബില്യൺ ആണ്. ടോപ്പ് 20 അദ്ദേഹത്തിൻ്റെ പേരില്ല. ഇത് ജനറൽ ന്യൂസാണ്, നിങ്ങൾ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. പല കമ്പനികളും ഗ്യാസ് ഷോർട്ടേജിൻ്റെ ഇമ്പാക്റ്റിൽ പ്രൊഡക്ഷനൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ബോറോസിൽ അത്തരത്തിലുള്ളൊരു കമ്പനിയാണ്. പല കമ്പനികളും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അശോക് ലേലൻ്റെ പുതിയൊരു ബാറ്ററി പാക്ക് ഉണ്ടാക്കാനുള്ള കമ്പനിയുടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 വർഷത്തിന് ഉള്ളിൽ അത് കമ്മീഷൻ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ജൂബിലന്റ് ഫുഡ് നെറ്റ്വർക്ക് റായ്ഗഡിൽ പുതിയ ഫെസിലിറ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ്. 3M ഇന്ത്യ സ്പെസിഫിക് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. KEC ഇന്റർനാഷണൽ 1476 കോടി ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് ഇമ്പാക്റ്റിൽ എത്രത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കിന് ലഭിക്കും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. മറിച്ച് ഇറാൻ ഇസ്രായേൽ US സംഘർഷം സെറ്റിൽ ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ പോകുന്ന KEC ഇന്റർനാഷണൽ, കൽപ്പത്തരു ഇന്റർനാഷണൽ, LNT സ്റ്റോക്കുകൾക്കൊക്കെയാണ്. കാരണം ധാരാളം പ്രൊജക്റ്റുകൾ ഓൾറെഡി മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനികളാണ്. ഫർദർ വീണ്ടും വലിയ രീതിയിൽ പ്രൊജക്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികളാണ് ഈ കമ്പനികളെല്ലാം തന്നെ. പിരമൾ ഫൈനാൻസ് 2028 ഫൈനാൻഷ്യൽ ഇയറിലേക്ക് അവരുടെ AUM 1.5 ലക്ഷം കോടി ക്രോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഈ സ്റ്റോക്കിനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വാസ്കോൺ എഞ്ചിനീയറിംഗ് 115.9 കോടി രൂപ ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റാംകി ഇൻഫ്ര വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീനെ അക്വയറി എന്ന് പറയുന്നുണ്ട്. കമ്പനിയുടെ പേര് പുറത്തു വിട്ടിട്ടില്ല. പ്രൊമോട്ടേഴ്സ് നില ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഓദം ഇൻവെസ്റ്റ്മെൻറ്റ്, HCL ടെക്, IRB ഇൻഫ്ര, MSP സ്റ്റീൽ ആൻഡ് പവർ, സാൻസ്റ്റാർ, സെൻസാർ ടെക്നോളജീസ് ഈ സ്റ്റോക്കുകളാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. അതേസമയം നാറ്റ്കോ ഫാർമയിൽ പ്രൊമോട്ടേഴ്സ് സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ അമേരിക്ക വീണ്ടും ട്രംപ് അദ്ദേഹത്തിൻ്റെ ടാരിഫ് പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൻ്റെ ലേബിളിൽ 15 രാജ്യങ്ങൾക്ക് അഗൻസ്റ്റായിട്ട് അദ്ദേഹം എൻക്വയറിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും ഈ എൻക്വയറിക്ക് ശേഷം ടാരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള ഒരു മൂവിലാണ്. പല രാജ്യങ്ങളും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മിഡിൽ ഈസ്റ്റ് കൺട്രികൾക്കും അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകളും ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ചും ഇന്ത്യൻ കോർപ്പറേറ്റ് രംഗത്തിനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേസമയം റിലയൻസ് അമേരിക്കയിൽ $300 ബില്യൺ റിഫൈനറി സെറ്റപ്പ് ചെയ്യുന്നൊക്കെ അദ്ദേഹം ഇന്നലെ വീമ്പിൾ ഇളക്കിയിരുന്നു. റിലയൻസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലെ എക്സ്ചേഞ്ചുകൾ ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. നിഫ്റ്റിയും സെൻസസും ഒരുപക്ഷെ വീണ്ടും റീസെന്റ് ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോയേക്കാം. മറിച്ച് ഇറാൻ ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക സംഘർഷം സെറ്റിലാവുകയാണെങ്കിൽ ഒരു റീബൗണ്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.